62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പ്രധാന വേദി അനുസ്മരിപ്പിക്കുന്നത് കവി ONV കുറുപ്പിനെയാണ്. കൊല്ലത്തെ നമ്പ്യാടിക്കൽ വീട്ടിലെ എഴുത്തുപുരയ്ക്കുള്ളിൽ ഇന്നും അദ്ദേഹത്തിന്റെ സാമീപ്യമുണ്ട്. കവിതകളിലൂടെയും പാട്ടുകളിലൂടെയും ഓരോ മലയാളി മനസ്സിലും തെളിമയോടെ പുഞ്ചിരിച്ചു നിൽക്കുകയാണ് കവി. കൊല്ലം നമ്പ്യാടിക്കൽ വീട്ടിലെ ഈ വാതിൽ തുറന്നു കയറുന്നത് ഒരു യുഗത്തിലേക്കാണ്. കവിതകൾ കൊണ്ട് കഥ പറഞ്ഞ ONV യുഗത്തിലേക്ക്. ONV കുറുപ്പെന്ന പേരിൽ തൂലികയിൽ നിന്നും കവിതകൾ അടർന്നു വീണ കവിയുടെ എഴുത്തുപുരയിലേക്ക്. വീടിനേക്കാൾ പ്രിയപ്പെട്ട കവിയുടെ ചിലപ്പോൾ പ്രണയം, അല്ലെങ്കിൽ വിരഹം, മറ്റു ചിലപ്പോൾ ഗൃഹാതുര നൊമ്പരങ്ങളായാണ് ഓരോ കവിതയെയും കവി ജനിപ്പിച്ചത്. ഓർമ്മകൾ ഒരു വട്ടം കൂടി മേയാൻ കൊതിക്കുന്ന തിരുമുറ്റത്തേക്ക് അത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. മാണിക്യവീണയുമായി മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ അനുസ്മരിപ്പിച്ചു. ഗുൽമോഹർ നാളിൽ ശുഭരാത്രി നേർന്നുപോയി. ഞാൻ GS സരിത, ചവറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീ പ്രൊഫസർ ONV കുറുപ്പ് സാറിൻ്റെ കൊച്ചനന്തരവൾ കൂടിയാണ്. കൊല്ലത്ത് നമ്മുടെ സംസ്ഥാന കലോത്സവം എത്തുമ്പോൾ തീർച്ചയായിട്ടും കവിയുടെ ഓർമ്മകൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു കലോത്സവ സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഒന്നാം വേദി തന്നെ, ആശ്രമത്തുള്ള കലോത്സവത്തിന് ഒന്നാം വേദി തന്നെ കവിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ വർഷത്തെ സംസ്ഥാന കലോത്സവം. ഒരു കാലഘട്ടത്തിന്റെ അവസാനമാണ് ONV കുറുപ്പിനൊപ്പം ഓർമ്മകളായി മാറിയത്. ആ ഓർമ്മകളും പേറി അമ്മാവന്റെ എഴുത്തുപുരയിലേക്ക് അച്ചടക്കമുള്ള കുട്ടികളായി നോക്കിയിരിക്കുകയാണ് ഗീതാമ്മയും സഹോദരൻ ജ്യോതികുമാറും. കവിതയിലൂടെ മനുഷ്യ മനസ്സിൽ നന്മ നിറയ്ക്കാനുള്ള തന്നിൽ നിയോഗിക്കപ്പെട്ട കർമ്മം ഏറ്റവും ഭംഗിയാക്കി ചെയ്തു തീർത്താണ് കവിയുടെ മടക്കം. അതുകൊണ്ട് തന്നെ ഇന്നും എന്നും മലയാളി മനസ്സുകളിൽ തങ്ങി നിൽക്കുന്ന ഈരടികളായി ആ പേരും മുഖവും ഈണം മീട്ടിക്കൊണ്ടേയിരിക്കും. ഒരു വട്ടം കൂടിയെന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരുകോൾ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നോലുത്തുവാൻ മോഹം. ക്യാമറാമാൻ ജിഷ്ണുവിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്. എന്തു മധുരമെന്നോ. മത്സരാർത്ഥികളെക്കാൾ ഒരു വട്ടമെങ്കിലും ഈ മഹാമേളയുടെ ഭാഗമാകണമെന്ന് ആശിച്ചിട്ടും നടക്കാതെ പോയ ആളുകളാണ് കലോത്സവ വേദിയിൽ കൂടുതൽ. മത്സരാർത്ഥികൾ അരങ്ങ് തകർക്കുമ്പോൾ ബാക്കിയായ ആഗ്രഹത്തിന്റെ താളങ്ങൾ നെഞ്ചിലേറ്റി അവർ കാണികളിൽ ഒരാളാകുന്നു. കലോത്സവ വേദിയിൽ നിന്നും AT